രാധിക വെറുമൊരു ഉദ്യോഗസ്ഥ മാത്രമായിരുന്നില്ല, അവർ ഒരു IPS ഓഫീസറായിരുന്നു, ചെറുപ്പമായിരുന്നു, പക്ഷേ നിർഭയയായിരുന്നു. അവരുടെ വകുപ്പിലെ ആളുകൾ അവരെ ബഹുമാനിച്ചിരുന്നു, അവരുടെ യൂണിഫോം കാരണം മാത്രമല്ല, സത്യത്തിനുവേണ്ടി പോരാടിയ രീതി കാരണം. അവരുടെ നിയമനം ഒരു ചെറിയ പട്ടണത്തിലായിരുന്നു. ഇവിടെ വലിയ ഒന്നും സംഭവിച്ചിട്ടില്ല, ചെറിയ കുറ്റകൃത്യങ്ങൾ, ചെറിയ വഴക്കുകൾ. അത്രമാത്രം. പക്ഷേ ഒരു രാത്രി എന്തോ മാറി. വലിയ എന്തോ ഇരുണ്ടത്. ആരും പ്രതീക്ഷിക്കാത്ത എന്തോ. ആ രാത്രിയിൽ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഫോണുകൾ നിരന്തരം മുഴങ്ങുന്നുണ്ടായിരുന്നു. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മൃതദേഹം സ്വന്തം വീടിനുള്ളിൽ കണ്ടെത്തി. മരിച്ചു, കൊല ചെയ്യപ്പെട്ടു. അയാളുടെ പേര് S.I. ഹർഷൻ. കർക്കശക്കാരനും സത്യസന്ധനുമായ മനുഷ്യൻ. ശത്രുക്കളെ അറിയാത്ത ഒരാൾ. എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകം അന്വേഷിക്കുന്ന പോലീസ് സ്വന്തം വകുപ്പിനുള്ളിലോ? അത് അവിശ്വസനീയമായി തോന്നി. ചുമതലയേൽക്കാൻ രാധികയെ വിളിച്ചു. ഇത് ഒരു സാധാരണ കൊലപാതകമല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അതൊരു കവർച്ചയല്ല, ഒന്നും മോഷ്ടിക്കപ്പെട്ടില്ല, അയാളുടെ വീട് തകർക്കപ്പെട്ടിട്ടില്ല. കൊലയാളി അയാളെ അറിഞ്ഞു. കൊലയാളി അടുത്തുണ്ടായിരുന്നു. ആ രാത്രി രാധിക തന്റെ ഓഫീസിൽ ഒറ്റയ്ക്ക് ഇരുന്നു. ഹർഷന്റെ ഫയൽ നോക്കി. അയാളുടെ ഫോൺ രേഖകൾ നോക്കി. അയാളുടെ കേസ് റിപ്പോർട്ടുകൾ വായിച്ചു. എന്തോ അസ്വസ്ഥത തോന്നി. ഹർഷൻ ഒരു കേസിൽ പ്രവർത്തിക്കുകയായിരുന്നു. ഒരു മയക്കുമരുന്ന് കേസ്. അതിൽ ചില അപകടകാരികൾ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ രാധികയുടെ സഹജാവബോധം പറഞ്ഞു, ഇത് പുറത്തുള്ളവരെക്കുറിച്ചല്ല. പിറ്റേന്ന് രാവിലെ രാധിക ഹർഷന്റെ വീട് സന്ദർശിച്ചു. അവൾ അയാളുടെ ഭാര്യയെ കണ്ടു. ആ സ്ത്രീ ഭയന്നതുപോലെ കാണപ്പെട്ടു. പക്ഷേ ഞെട്ടിയില്ല. രാധിക ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിന് ജോലിസ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഭാര്യ മടിച്ചു. അവൾ ഒരു കാര്യം പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിനുള്ളിലെ തെറ്റായ ആളുകളെയാണ് അയാൾ വിശ്വസിച്ചിരുന്നത്. ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ? രാധികയുടെ മനസ്സ് ഓടാൻ തുടങ്ങി. ആരായിരിക്കാം അത്? സ്വന്തം സഹപ്രവർത്തകരെ? അവളുടെ അതേ യൂണിഫോം ധരിച്ച ഒരാൾ കൊലപാതകിയാകുമോ? ദിവസങ്ങൾ കടന്നുപോയി. രാധിക മൗനം പാലിച്ചു. അവൾ ഇപ്പോൾ ആരെയും വിശ്വസിച്ചില്ല. അവളുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെ പോലും വിശ്വസിച്ചില്ല. അവൾ ഹർഷന്റെ ഓഫീസിലേക്ക് തിരിച്ചുപോയി. അവന്റെ മേശ പരിശോധിച്ചു. അവന്റെ കമ്പ്യൂട്ടർ പരിശോധിച്ചു. എല്ലാം പരിശോധിച്ചു. പിന്നെ അവന്റെ ഡ്രോയറിൽ ഒളിപ്പിച്ചു. അവൾ എന്തോ കണ്ടെത്തി. ഒരു പെൻ ഡ്രൈവ്. പെൻ ഡ്രൈവിനുള്ളിൽ റെക്കോർഡിംഗുകൾ. ഓഡിയോ റെക്കോർഡിംഗുകൾ. ഹർഷൻ രഹസ്യമായി സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. ആരുമായി? സ്വന്തം ഇൻസ്പെക്ടറുമായി, സ്വന്തം DSPയുമായി. അവർ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടിരുന്നു. അവർ അത് മറച്ചുവെക്കുകയായിരുന്നു. ഹർഷൻ അവ വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അവർ അവനെ തിരികെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ രാത്രി അവൻ മരിച്ചു. രാധികയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നതായി തോന്നി. എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ അവൾക്ക് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക? ഇവർ ശക്തരായ ആളുകളായിരുന്നു. തന്റെ പദവിക്ക് മുകളിലുള്ള ആളുകൾ. തന്റെ കരിയർ അവസാനിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ. എന്നാൽ രാധിക തന്റെ തീരുമാനമെടുത്തിരുന്നു. സത്യം സേവിക്കാനാണ് അവൾ സേനയിൽ ചേർന്നത്. യൂണിഫോം ധരിച്ച കുറ്റവാളികളെ സംരക്ഷിക്കരുത്. അവൾ നിശബ്ദമായി റെക്കോർഡിംഗുകൾ പകർത്തി. അവൾ അവരെ താൻ വിശ്വസിക്കുന്ന ഒരു ജഡ്ജിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ജഡ്ജി അവളെ ഉപദേശിച്ചു, മിണ്ടാതിരിക്കുക, തെളിവ് ഉണ്ടാക്കുക, കാത്തിരിക്കുക. അപ്പോൾ രാധിക സാധാരണ പോലെ പെരുമാറി. അകത്ത് അവൾ കത്തുകയായിരുന്നു. പക്ഷേ പുറത്ത് അവൾ പുഞ്ചിരിച്ചു. അവൾ ഇൻസ്പെക്ടറെ നിരീക്ഷിച്ചു. അവൾ DSPയെ നിരീക്ഷിച്ചു. അവരുടെ മീറ്റിംഗുകൾ അവൾ ശ്രദ്ധിച്ചു. അവരുടെ ഫോൺ കോളുകൾ. രാത്രിയിലെ അവരുടെ രഹസ്യ നീക്കങ്ങൾ. പതുക്കെ, നിശബ്ദമായി, ആവശ്യത്തിന് തെളിവുകൾ ശേഖരിച്ചു. ഒരു ദിവസം അതിരാവിലെ, കയ്യിൽ ഒരു കോടതി ഉത്തരവുമായി, അവൾ സ്വന്തം പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു. സ്വന്തം DSPയെ അറസ്റ്റ് ചെയ്തു. സ്വന്തം ഇൻസ്പെക്ടറെ അറസ്റ്റ് ചെയ്തു. സ്റ്റേഷനിലെ ആളുകൾ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ സംഭവിക്കും? അവൾക്ക് എങ്ങനെ ധൈര്യമുണ്ടാകും? പക്ഷേ രാധിക തലയുയർത്തി നിന്നു. ഒരു കാര്യം പറഞ്ഞു, യൂണിഫോം നീതിക്കു വേണ്ടിയാണ്, കുറ്റകൃത്യത്തിനു വേണ്ടിയല്ല. എന്റെ വാച്ചിൽ ഇല്ല. വാർത്ത തീ പോലെ പടർന്നു. മാധ്യമ ചാനലുകൾ അവളുടെ ധീരതയെ പ്രശംസിച്ചു. ആളുകൾ അവളെ നിയമത്തിന്റെ യഥാർത്ഥ സംരക്ഷക എന്നാണ് വിളിച്ചത്. ചോദ്യം ചെയ്യലിൽ DSPയും ഇൻസ്പെക്ടറും കുറ്റസമ്മതം നടത്തി. അതെ, അവർ മയക്കുമരുന്ന് റാക്കറ്റിന്റെ ഭാഗമായിരുന്നു. അതെ, ഹർഷൻ അറിയാമായിരുന്നു. അതെ, അവനെ നിശബ്ദനാക്കാൻ അവർ അവനെ കൊന്നു. ഹർഷൻ നീതി ലഭിച്ചു. ഒരു കൊലപാതകം പരിഹരിക്കുക മാത്രമല്ല രാധിക ചെയ്തത്. അവൾ സ്വന്തം വീട് വൃത്തിയാക്കി. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ. ഒറ്റയ്ക്ക് പോലും 100 അഴിമതിക്കാരെ വീഴ്ത്താൻ കഴിയുമെന്ന് അവൾ കാണിച്ചുതന്നു. ചിലർ അഭിമാനത്തോടെ യൂണിഫോം ധരിക്കുന്നു. ചിലർ അത് മറയ്ക്കാൻ ധരിക്കുന്നു. പക്ഷേ സത്യം ഒരിക്കലും മറയ്ക്കില്ല. നീതി എപ്പോഴും ഒരു വഴി കണ്ടെത്തുന്നു. അതിന് സമയമെടുത്താലും.
ഇത് കൊലപാതകത്തിന്റെ മാത്രം കഥയല്ല, ഇത് ധൈര്യത്തിന്റെ കഥയാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്നതിന്റെ, സുരക്ഷിതത്വത്തേക്കാൾ ശരിയായത് തിരഞ്ഞെടുക്കുന്നതിന്റെ, ഇരുട്ടിനെതിരെ പോരാടുന്നതിന്റെ, ഇരുട്ട് ഉള്ളിൽ നിന്ന് വരുമ്പോഴും